യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനും സുഹൃത്തുക്കൾക്കുമെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് DGP റവാഡ ചന്ദ്രശേഖർ. പോക്സോ കേസുകൾ, MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചാരണം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ആരോപണങ്ങളിലാണ് തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണം. തൊപ്പിയുടെ സംഘം പിരിഞ്ഞതിന് പിന്നാലെയാണ് പരസ്പരം ഗുരുതരമായ ആരോപണങ്ങളുമായി അംഗങ്ങൾ രംഗത്തെത്തിയത്. സമൂഹ മാധ്യമങ്ങളിലെ ഇവരുടെ പോസ്റ്റുകളും വീഡിയോകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഗായകൻ ഹനാൻ ഷായുടെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയും ഇവർക്കെതിരെ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഉള്ളടക്കങ്ങൾ കുട്ടികളെ സ്വാധീനിക്കുന്നുവെന്നും ആരോപണങ്ങളുണ്ട്. സൈബർ ഇടങ്ങളിലെ അശ്ലീലതയും സ്ത്രീവിരുദ്ധതയും നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന വെറും സ്ക്രിപ്റ്റഡ് കണ്ടന്റ് മാത്രമാണോ? ആരോപണ പ്രത്യാരോപണങ്ങൾ കാണാം. റാപ്പ്. കളമശ്ശേരി പോലീസാണ് തൊപ്പിക്കും സംഘത്തിനുമെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്നത്. അഭിഭാഷകൻ നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സമൂഹ മാധ്യമങ്ങളിലെ വിവാദ ഉള്ളടക്കങ്ങളുള്ള പോസ്റ്റുകൾ പരിശോധിച്ചു തുടങ്ങിയെന്നാണ് വിവരം. പോക്സോ, ലഹരിമരുന്ന് ഉപയോഗം, അശ്ലീല പ്രചരണം തുടങ്ങിയ വിവിധ കുറ്റകൃത്യങ്ങളിലാണ് അന്വേഷണം നടക്കുന്നത്. ഗ്യാങ് പിരിഞ്ഞതിന് പിന്നാലെയാണ് ആരോപണ പ്രത്യാരോപണങ്ങളുമായി ടീം അംഗങ്ങൾ രംഗത്തെത്തിയത്. മുൻ സുഹൃത്തുക്കൾ തന്നെയാണ് തൊപ്പിക്കെതിരെ മയക്കുമരുന്ന് ഉപയോഗം, പണം തട്ടിയെടുക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയത്. തൊപ്പി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക ചൂഷണം നടത്തി, പണം നൽകി ഒത്തുതീർപ്പാക്കിയെന്നും മുൻ സുഹൃത്തുക്കൾ ആരോപിച്ചു. നിഹാദിന്റെ മുറിയിൽ നിന്ന് കഞ്ചാവ് പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. ഗായകൻ ഹനാൻ ഷായുടെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയും ഇവർക്കെതിരെയുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയും തൊപ്പിക്കെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. പുതിയ തലമുറയുടെയും കുട്ടികളുടെയും ഭാവിയെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങളെന്നും വിമർശനമുണ്ട്. എന്നാൽ തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണെന്നാണ് തൊപ്പി എന്ന നിഹാദിന്റെ വാദം. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ക്രിമിനൽ കേസും മാനനഷ്ട കേസുകളും നൽകിയെന്നും തൊപ്പി പറഞ്ഞു. റാപ്പ് ന്യൂസ് മലയാളം. പക്ഷേ ഇതിലെ തൊപ്പി പറയുന്നതും തൊപ്പിക്കെതിരെ അയാളുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന രണ്ട് ചങ്ങാതിമാർ വേറെ പറയുന്നതും ഒക്കെ ആയിട്ട് ചിലതൊക്കെ ഞാൻ കണ്ടു. അങ്ങേറ്റം വൃത്തികെട്ടതാണ്. ഇതെന്താ ഇപ്പോൾ പോലീസ് ചെയ്യുക? ഒരു ശക്തമായുള്ള നടപടി ഉണ്ടാകേണ്ടതല്ലേ? അല്ല, ഇത് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഈ തൊപ്പി എന്ന് പറയുന്ന നിഹാദ് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു അന്വേഷണത്തിൻ്റെ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിൻ്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം ഇത് കുറേ ആരോപണങ്ങൾ മാത്രമാണല്ലോ ഈ മട്ടിൽ നിലനിൽക്കുന്നത്. ഇതിനകത്ത് സനീഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പറയുന്ന ചർച്ച ചെയ്യുന്ന വിഷയം ചിലപ്പോൾ ഒരു 10,000 പേരോ പരമാവധി 1,00,000 പേരോ ഒക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുമായിരിക്കും. പക്ഷേ തൊപ്പി പറയുന്ന കാര്യം മില്യൺ കണക്കിന് ആളുകളാണ് കാണുക. അതാണ് ആ രീതിയിലാണ് അതിൻ്റെ ഒരു സ്വഭാവം. അതിൻ്റെ കണ്ടൻറ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്വഭാവം അതാണ്. നമ്മൾ തന്നെ ഇത് പുതിയ വരുമാന മാർഗം, ചെറുപ്പക്കാരുടെ പുതിയ അവർ കണ്ടെത്തുന്ന വരുമാന മാർഗത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ തൊപ്പിയെക്കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, നിഹാദിനെക്കുറിച്ച് ഇതിന് മുമ്പ്. അപ്പോൾ വലിയ വരുമാനമാണ് ഇവരുണ്ടാക്കുന്നത്. അതിനൊന്നും ഈ പറഞ്ഞ വലിയ വരുമാനം ഉണ്ടാക്കുന്നത് ഒന്നും കുഴപ്പമുള്ള കാര്യമല്ല. അവർ ധാരാളം വ്യൂവേഴ്സിനെ ഉണ്ടാക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം എന്താണ്? ഇവരെങ്ങനെയാണ് ഈ വ്യൂവേഴ്സിനെ ഉണ്ടാക്കുന്നത്? ഇത് ഈ പറയുന്ന ടോക്സിക് മാസ്കുലിനിറ്റിയും സ്ത്രീവിരുദ്ധതയും ഒക്കെയാണ് ഇവർക്ക് പറയാനുള്ളത് എന്നുള്ളത്. ആ ചർച്ചയ്ക്ക് അന്നത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് ഞാൻ കൂടുതൽ ഇവരുടെ ഈ കണ്ടന്റ് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാണുന്നത്. കണ്ടപ്പോൾ മനസ്സിലായത് ഇതല്ലാതെ മറ്റൊന്നില്ല. അതല്ലാതെ പിന്നെ ഈ പറയുന്ന പോലെ ഡ്രഗ് ഗ്ലാമറൈസേഷൻ ഭയങ്കരമായിട്ട് അതിനെ ആ രീതിയിലാണ് അതിൻ്റെ അവതരണം. ഇതൊരു വളരെ നിസ്സാരവൽക്കരിച്ചത്. ഇവരുടെ ആരാണ് ഈ പ്രേക്ഷകരാരാണ്? ഇവർക്ക് ഫോളോ ചെയ്യുന്നവരാരാണ്? ഇവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നവരാരാണ്? ടീനേജേഴ്സാണ് ബഹുഭൂരിപക്ഷവും. ഇനി ഇവരെ പിൻപറ്റി കുറേ പേരുണ്ട് ഇതുപോലെ തന്നെ ലൈവ് സ്ട്രീമിങ്ങും അല്ലാതെയൊക്കെ വരുന്ന ആളുകൾ. കാരണം തൊപ്പിയെക്കുറിച്ച് പറഞ്ഞ് അത് വേറെ വരുമാന മാർഗമാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഈ പരിപാടി ഇങ്ങനെ സമാന്തരമായി നടക്കുന്നു. ഇതിലേറ്റവും കൂടുതൽ വളരെ സാധാരണ എല്ലാ കുട്ടികളും അല്ല, അതും കൂടിയുണ്ട്. ഈ തൊപ്പിയുടെ നമ്മളത് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ തൊപ്പിയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പം ലോകവ്യാപകമായി നോക്കിയാൽ ഇത്തരം സ്ട്രീമേഴ്സൊക്കെ ഉണ്ട്, ധാരാളമുണ്ട്. ഇത്തരം അവർ കുറച്ച് തെറിയൊക്കെ പറയും. കാരണം ഈ ടോക്സിക് മാസ്കുലിനിറ്റിയുടെ സ്വഭാവം എന്നുള്ളത് ആ നിലയ്ക്ക് കൂടിയാണ് അവർ പ്രതിഫലിപ്പിക്കുക. അതുകൊണ്ട് കുറേ പേര് ആളുകൾ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇവർ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള, അതായത് പോക്സോ കേസ് ചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് അനുവദനീയമല്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഇത് വളരെ ഏറ്റവും സാധാരണക്കാരായ ടീനേജേഴ്സിനെ വഴിതെറ്റിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ കണ്ടൻറ്റിൻ്റെ പോക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിനെ മറ്റ് പലതുമായി ചേർത്ത് വെച്ചിട്ട് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ ഒരു ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ആ നിലയ്ക്കല്ല. ഇവർക്ക് അവരുടേതായ വ്യക്തിപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അങ്ങനെ പല തിക്താനുഭവങ്ങളിലൂടെയൊക്കെ സ്ട്രീമിങ്ങിലേക്ക്
സ്റ്റേജിലേക്കൊക്കെ എത്തിയിട്ട് അവരവിടെ നിന്ന് വിജയിച്ച് രക്ഷപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരാവാം. അതിലൊന്നും ഒരു തെറ്റുമില്ല. അതിനെല്ലാം അടച്ച് നമ്മൾ ആക്ഷേപിക്കുകയല്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് തീർച്ചയായും അന്വേഷണ വിധേയമാവേണ്ടതാണ്. മാത്രമല്ല ഈ പറഞ്ഞ ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ടീനേജേഴ്സിനിടയിൽ ഇത്രയും കൂടുതൽ ചെലുത്തുന്നത് എങ്ങനെയാണ് ഇനി തുടർന്നങ്ങോട്ട് നമ്മുടെ പൊതുസമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാനാണ്. നമ്മൾ പലപ്പോഴും പറയും ഇത് വേറെ ഏതോ യൂണിവേഴ്സാണ്, ഇവന്മാരിത് എന്തൊക്കെയാണ് ഈ പറയുന്നത്, വേറെ ആരോ എന്നുള്ളതാണ് നമ്മൾ തള്ളിക്കളഞ്ഞതെങ്കിൽ അങ്ങനെയല്ല, അതാണ് ശരിക്കുള്ള യൂണിവേഴ്സ്, നമ്മളൊക്കെയാണ് പാരലൽ വേൾഡിൽ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ നമ്മൾ തൽക്കാലം മനസ്സിലാക്കേണ്ടത്. കാരണം അത്രയധികം വലിയൊരു ജനസമൂഹം ഇവരെ കേൾക്കുകയാണ്, പുതുതലമുറ ഇവരെ കേൾക്കുകയാണ്, ഇവരെ ഫോളോ ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ലൈഫ്, ഇതാണ് ജീവിതം എന്ന മട്ടിൽ അവർ വിലയിരുത്തുകയാണ്. സമ്പാദിക്കാനുള്ള മാർഗം ഇത് എന്ന മട്ടിൽ മനസ്സിലാക്കുകയാണ്. അത് സമ്പാദിക്കാനുള്ള കുറുക്ക് വഴികൾ, പണം ഉണ്ടാക്കാനുള്ള കുറുക്ക് വഴികളൊക്കെ ഇവർ കണ്ടെത്തുന്നു എന്നുള്ളതിനെയൊന്നും ഒറ്റയടിക്ക് ഞാൻ വിമർശിക്കുന്നില്ല. അതൊരു ബിസിനസ് എന്നുള്ള നിലയ്ക്കോ ഒക്കെ അവരതിനെ ഡിസൈൻ ചെയ്തെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോട്ടെ. പക്ഷേ ഇത് ശരിയായ സംഗതിയല്ല ഇപ്പോൾ നടക്കുന്നത്. ആ കാര്യത്തിൽ നിയന്ത്രണം വേണം, ആ കാര്യത്തിൽ കർശനമായ ഇടപെടൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വേറൊരു കാര്യമുണ്ട്, സമാന്തരമായി ഉയരുന്ന വേറൊരു ചർച്ച, ഇതും സ്ക്രിപ്റ്റഡ് ആണ്, ഈ കൂടെ പോയിരിക്കുന്നത്. കാരണം ഇത് എപ്പോഴും ഒരേ അളവിൽ ഇതിന് കയറ്റം മാത്രമല്ലോ, ചിലപ്പോൾ ഒരു ഡിപ്പുണ്ടാകുമ്പം സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വേറൊരു സംഗതിയിലേക്ക് ഇവർ പോകും, അതായിരിക്കാം എന്നുള്ള ചർച്ചയും വരുന്നുണ്ട്. എന്തായാലും നിയന്ത്രിക്കണം. അതാണ്, അതായത് ഇതിനകത്ത് എനിക്ക് എപ്പോഴും ഈ തല്ലുമാല സിനിമയുണ്ടല്ലോ, ടോവിനോയുടെ തല്ലുമാല സിനിമയിൽ ടോവിനോ അവതരിപ്പിച്ച കഥാപാത്രം ഒരു കോളേജിൽ പോയിട്ട് അവിടെ പ്രസംഗിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലുള്ള ഒരാളെ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു സീനുണ്ട്. അത് കണ്ട് കുറേ വർഷമായി ആ പടം കണ്ട ആൾക്കാർക്ക് ഓർമ്മയുണ്ട്. അതായത് അവിടെ അയാളെന്തോ നല്ല കാര്യങ്ങൾ പറയാണ്, പക്ഷേ ഇയാൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കിയിട്ട് ഭയങ്കര കയ്യടിയാണ്, ടോവിനോയുടെ ഹീറോയിസൊക്കെ മൊത്തം കാണിക്കുകയാണ്. അപ്പോൾ അതായത് അത് വളരെ ഹീറോയിസായിട്ടാണ് കാണിക്കുന്നതെങ്കിലും സത്യത്തിൽ ഈ റൈറ്റ് വിങ് വലതുപക്ഷം എന്ന് നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കൊന്നും മനസ്സിലായി. എന്തിനാണ് വലതുപക്ഷം ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത്? ഈ വലതുപക്ഷം എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഇവരെ ഈ തൊപ്പിയെ നോക്കിയാൽ മതി. അവരുടെ വലതുപക്ഷത്തിൻ്റെ ഒരു എലമെൻറ്റ് ഇവരുടെ എപ്പോഴും കിടക്കുന്നുണ്ട്. അത് ലോകവ്യാപകമായിട്ട് ഇവരെ പോലത്തെ സ്ട്രീമേഴ്സിനെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇയാളുണ്ടല്ലോ ആൻഡ്രൂ ടേറ്റ്. അപ്പോൾ ഇയാളെയൊക്കെ അതിനകത്തുള്ള എന്താണെന്ന് വെച്ചാൽ ഈ പൊതുസമൂഹത്തിലെ നിയമങ്ങളെ നമ്മൾ വകവെക്കുന്നേ ഇല്ല എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതൊരു റൈറ്റിംഗ് സംഗതിയാണ്. അതിന് വേണ്ടുന്ന വിഭവങ്ങൾ ഇവർക്ക് കിട്ടുകയും ചെയ്യും. അതിനോട് ആകൃഷ്ടരായിട്ടാണ് ഈ ആളുകൾ മുഴുവൻ വരുന്നത്. പിന്നെ ഇതിപ്പോൾ പുതിയൊരു കാലത്തിൻ്റെ സംഗതിയായതുകൊണ്ട് പൊതുവിൽ നമ്മളെ ആരെങ്കിലും അമ്മാവന്മാരെന്ന് വിളിക്കുമെന്ന് കരുതിയിട്ട് നമ്മളെല്ലാം ഇവരെ വല്ലാതെ വിമർശിക്കാൻ നിൽക്കില്ല. പൊതുവിൽ ഇപ്പോൾ സാധാരണ ഇതിൽ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മംഗളം മനോരമ, സഖി, സുനന്ദ എന്നൊക്കെ പറഞ്ഞ വീക്ക്ലീസില്ലേ, ആ വീക്ക്ലി DYFIക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ കത്തിക്കുമായിരുന്നു. കാരണം ഇതിനകത്തൂടെ പുറത്തു വരുന്ന സംഗതികൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അത് കത്തിക്കുന്നത് ശരിയാണെന്നല്ല, പക്ഷേ ഞാൻ പറയുന്ന ഒരു പൊതുസമൂഹത്തിലുണ്ടാകുന്ന ഒരു പുതിയ സംഗതിയെ അത് അതുവരെ ഉണ്ടായിരുന്ന സംഭവങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നതാണെങ്കിൽ അതിനെതിരെ വർത്തമാനം പറയായിരുന്നു. ആളുകൾ ഒന്നും മേലിട്ട് നോക്കാതെ വർത്തമാനം പറയായിരുന്നു. പക്ഷേ ഇവിടെ ഇതെന്തോ പുതിയ സംഭവമാണ്. നമ്മൾ പറഞ്ഞാൽ നമ്മൾ പഴഞ്ഞ ആൾക്കാരായി പോകുമെന്ന് കരുതിയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരാണെങ്കിലും DYFIക്കാരാണെങ്കിലും ഇവരെ മിണ്ടില്ല. കാരണം നമ്മുടെ ആളുകൾ കൂടെ പോകുമെന്ന് പേടിച്ചിട്ട് കുട്ടികളെല്ലാം ഇവരുടെ കൂടെയാണല്ലോ. പക്ഷേ ഇപ്പോൾ ഇവരുടെ ഈ വിധ്വംസകമായിട്ടുള്ള ഈ സ്വഭാവം, ഇവർ വർത്തമാനം പറയുന്നത് ഈ കുട്ടികളെ മുഴുവൻ വഷളാക്കുകയാണ്. അങ്ങേയറ്റം മോശമായിട്ട് എനിക്കത് പറയാൻ മടിയൊന്നുമില്ല, അതങ്ങനെ ആഞ്ഞ് തന്നെ പറയേണ്ടതാണ് നമ്മൾ. അതായത് വളരെ മോശം, ഈ സ്ട്രീമേഴ്സ് എല്ലാം മോശമാണെന്നൊന്നുമല്ല, പക്ഷേ ഇവർ ഭയങ്കര കുഴപ്പമുണ്ടാക്കുന്നത്. ശരിക്കും പൊതുസമൂഹത്തിൻ്റെ കയ്യിലുള്ള സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങൾ എത്രക്ക് കർക്കശമാണ് എന്ന് ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇതിനകത്ത് നിന്നിട്ട് കളിക്കൂ, ഈ വളയത്തിനകത്ത് നിന്ന് കളിക്കൂ എന്ന് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടുന്ന സമയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്. അതായത് ഇതിനകത്ത് കുട്ടികളെ പീഡിപ്പിക്കുക, പോക്സോ കേസ്, പിന്നെ അശ്ലീലമായിട്ടുള്ള പ്രദർശനം, അതേക്കുറിച്ചുള്ള വിളിച്ച് പറയില്ല, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങേയറ്റം. ഇപ്പോൾ ഹനാൻ ഷാ വളരെ ആളുകൾ ഇതുപോലെ തന്നെ ആരാധിക്കുകയും മറ്റും ചെയ്യുന്ന ചെറുപ്പക്കാർക്കിടയിൽ വലിയ ബിംബമായിട്ടുള്ളൊരു നല്ല പാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ സംഘത്തിലൊരു പെൺകുട്ടിയെ പറ്റി മോശം പറഞ്ഞിരിക്കുകയാണെന്നാണ് രമേശ് ചെന്നിത്തല ചെന്ന് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ശരിയായ കാര്യമല്ല എന്ന് നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ ഈ കുട്ടികളല്ല ഇവരെയൊക്കെ ബോധ്യപ്പെടുത്തുക, തൊപ്പിയൊക്കെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അത് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതൊക്കെ ചെയ്താലാണ് വിജയികൾ ആവുക എന്ന് പറയുന്ന ആളുകളെ കൊണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതെല്ലാം എടുത്തിട്ട് നിയമ നടപടികൾ സ്വീകരിക്കണം. കാരണം അത് മയക്കുമരുന്നിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ചോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്നാൽ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ മയക്കുമരുന്ന് കലക്കുന്ന ഇത്തരം സംഗതികളെ കൂടെ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കുറച്ച് കർക്കശമായിട്ട് തന്നെ ഇതിനൊരു ഹീറോയിസം കൊടുക്കുക എന്ന് വെച്ചാൽ, ഞാനത് നേരത്തെ ആ സിനിമയുടെ ഉദാഹരണം പറഞ്ഞു. അതായത് കാര്യങ്ങൾ വന്ന് അവതരിപ്പിക്കുന്ന മനുഷ്യരോട് വർത്തമാനം പറയുന്ന കുറച്ച് മുതിർന്ന ആളുകളുണ്ടല്ലോ, മാഷന്മാരെ പോലെയൊക്കെയുള്ള ആളുകൾ, അവരെ പരിഹസിക്കുക, അത് എന്തോ വലിയ കാര്യമായിട്ട് കൊണ്ടു കിടക്കുക. ഇപ്പോൾ അവരിൽ പരിഹസിക്കേണ്ടതായ ചില എലമെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ ഈ കാലത്തിൻ്റെ ഇങ്ങനെ എന്താണ് ഈ തല്ലും മാല പോലെ തല്ലും ബഹളവും അഴക്കും അടിയും ഒടിയും കഞ്ചാവടിയൊക്കെ നടത്തുന്ന ആൾക്കാരും എന്തോ ഹീറോസാണ് എന്ന് പറഞ്ഞ് ഗ്ലാമറൈസ് ചെയ്യുന്നത്, അക്ഷരം വാക്ക് പറഞ്ഞല്ലോ, ഡ്രഗ് ഗ്ലാമറൈസേഷൻ, അത് നടത്തുന്ന ആളുകളെ, ഇത്തരം വിധ്വംസമായ കാര്യങ്ങളെ ഗ്ലാമറൈസ് ചെയ്യുന്ന ആളുകളെ നല്ല ശക്തമായിട്ട് നിയമ നടപടികളിലേക്ക് കൊണ്ടുവരണം എന്ന കാര്യത്തിൽ സംശയം വിചാരിക്കാൻ പാടില്ല.
സോഷ്യൽ മീഡിയ ഇന്ന് കുട്ടികളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. അതിലെ ഉള്ളടക്കങ്ങൾ നല്ലതും ചീത്തയുമായ രീതിയിൽ അവരുടെ മനസ്സിൽ ആഴത്തിൽ തന്നെ സ്വാധീനിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തൊപ്പിയെപ്പോലെയുള്ളവരുടെ സാമൂഹ്യ മാധ്യമങ്ങൾ ഇടപെടലുകൾക്ക് പൂട്ടിടേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. വീഡിയോകളിൽ നിരന്തരമായി തെറിവിളികളെയും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളെയും ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളെയും എല്ലാം ഗ്ലോറിഫൈ ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങളെയും തുടച്ചു നീക്കേണ്ടതുണ്ട്. ലൈവുകളിലും വീഡിയോകളിലും തൊപ്പിയും ഗ്യാങ്ങും കാണിക്കുന്ന മോശം പ്രവണതകൾ സ്കൂൾ കുട്ടികൾ അനുകരിക്കുന്നുവെന്ന പരാതികളും വ്യാപകമായിട്ടുണ്ട്. ഡിജിറ്റൽ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ചും എന്താണ് ശരി എന്താണ് തെറ്റ് എന്നതിനെക്കുറിച്ചും കുട്ടികളോട് സൗഹൃദപരമായി സംസാരിക്കാൻ ഇനിയും നമ്മൾ വൈകിക്കൂടാ. വിവേചന ബുദ്ധിയോടെ സോഷ്യൽ മീഡിയയെ തിരഞ്ഞെടുക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനിയും തൊപ്പിയെയും ഗ്യാങ്ങിനെയും അഴിച്ചുവിടുന്നത് സമൂഹത്തിനും ഒരു തലമുറക്കും ആകെ ദോഷകരമായി ബാധിക്കുമോ എന്ന് നിശ്ചയമായിട്ടും സംവിധാനങ്ങൾ ആലോചിക്കേണ്ടതാണ്. സർക്കാരും നിയമ സംവിധാനങ്ങളും ഇത്തരം നിയമവിരുദ്ധ പ്രവണതകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഗുഡ് നൈറ്റ്.